തന്നെ വീട്ടിൽ ടെലിവിഷന്റെ നിയന്ത്രണം ഉണ്ടാകണം. സ്വകാര്യ മുറിയിലേക്ക് ഇന്റർനെറ്റ് അനുവദിക്കരുത്. അവർക്ക് അത്യാവശ്യം പ്രൊജക്റ്റും അസൈൻമെന്റും തയ്യാറാക്കണമെന്ന ന്യായമാണെങ്കിൽ പബ്ലിക് മുറിയിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ചെയ്യാൻ അനുവദിക്കണം. ടെലിവിഷൻ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ട് കുട്ടിക്കൊരു വിവരവും നഷ്ടപ്പെടാനില്ല. അങ്ങനെ അല്ലാഹുവിന്റെ വജ്ഹും ഇരുലോകമോക്ഷവുമാണ് എന്റെ മാർഗം, എന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി വീട് ചിട്ടപ്പെടുത്തിയാൽ ഫറാദീസുൽ ജിനാനി ലനാ ഖറാറു, അപ്പോഴാണ് പറുദീസകൾ നമ്മുടെ വാസസ്ഥാനമായി മാറുക. എല്ലായിടത്തും അല്ലാഹുവെ കുറിച്ചുള്ള വിചാരം വേണം. നമ്മുടെ പെൺമക്കളെ പഠിക്കാൻ വിടുമ്പോൾ നിയന്ത്രണം വേണം. പള്ളിക്കൂടത്തിലേക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന 16കാരിക്ക് എന്തിനാ വാപ്പാ മൊബൈൽ എന്ന ആലോചന വേണം. അവളെ നാളെ ആരെങ്കിലും അടിച്ചു കൊണ്ടുപോകുമ്പോ പ്രതി നിന്റെ മൊബൈലല്ലേ. മരുഭൂമിയിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ അധ്വാനിച്ചത് കൊണ്ട് മകൾക്ക് നരകം വാങ്ങിക്കൊടുത്തില്ലേ. രാവിലെ വീട്ടിൽ നിന്ന് പള്ളിക്കൂടത്തിൽ പോയി വൈകുന്നേരം വരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് എന്തിനാണ് മൊബൈൽ എന്ന ബോധം വേണം. ഗൾഫിൽ നിന്ന് എന്റെ പ്രസംഗം കേൾക്കുന്ന ഭർത്താക്കന്മാരെ, വീട്ടിൽ സ്വന്തമായി കഴിയുന്ന ഭാര്യമാർക്ക് ലാൻഡ് ഫോണിനപ്പുറം എന്തിനാണ് ഒരു മൊബൈൽ ഫോൺ. കൂട്ടുകുടുംബ ജീവിതത്തിൽ നിന്ന് പ്രൈവറ്റ് ലൈഫിലേക്ക് മാറ്റിയപ്പോൾ അരമനകളിൽ ആരോ സുഖിക്കാനുള്ള അവസരം കൊടുക്കുമോ എന്ന ചിന്ത വേണം. പെൺമക്കൾ വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ടോ എന്ന ബോധം വേണം. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ചെറിയ ജീവിതമാണെങ്കിലും ഒരുപാട് ആളുകൾ പങ്കുവെച്ച ഗൃഹാതുരത്വത്തിന്റെയും ഇത്തരം വേദനകളുടെയും ഇടവേളകളെ ഉദ്ധരിക്കാനുണ്ട്. പക്ഷേ ഈ സദസ്സിന് പറ്റിയതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയ പെൺകുട്ടികളുടെ വാർത്തകൾ വായിക്കുമ്പോ എന്റെ മകൾ സുഭദ്രമായ വേലിക്ക് ഉള്ളിലാണോ എന്ന് ചിന്തിക്കണം. എന്റെ മകളുടെ ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലക്കാണോ എന്ന ചിന്ത വേണം. അങ്ങനെ എല്ലാത്തിലും ഉപരി ജല്ല ജലാലായ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം കൊണ്ടല്ലാതെ ഒരാളെയും നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം. ആ പ്രണയത്തിനതിരില്ല. ഞാനൊരു സിനിമ കണ്ടുകൂടാ, കാരണം എനിക്ക് റസൂലുള്ളാഹിനെ കാണണം. ഞാൻ അവിടുന്ന് സുന്നത്തിനെ അവഗണിച്ചുകൂടാ, അതെന്റെ ഹബീബിന്റെ ചര്യയാണ്. ഞാൻ അവിടുന്ന് റസൂലുള്ളാഹിന്റെ ദീനിനെ നിസ്സാരപ്പെടുത്തിക്കൂടാ. അങ്ങനെ ഹബീബുമായി ബന്ധപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവിടെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് സ്വർഗം കൊടുത്തത് റസൂലുള്ളാഹിന്റെ കാൽപ്പാടല്ലേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് സ്വർഗം കൊടുത്തത് റസൂലുള്ളാഹിന്റെ ചെരുപ്പല്ലേ. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞില്ലേ, എനിക്കൊരു പ്രതീക്ഷയും ഇല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറയും, അനഹുവൈദിമുക ഉനൈസ്, അനഹുവൈദിമുക ഉനൈസ്, അനഹുവൈദിമുക ഉനൈസ്. നബിയേ, ഞാൻ അവിടത്തേക്ക് ഖിദ്മത്തെടുത്ത കൊച്ചു ഹാദിമായ കുഞ്ഞനസാണ് നബിയേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഖബറിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിന്റെ മുടിയും വടിയും വെക്കാൻ വസിയ്യത്ത് ചെയ്തില്ലേ. അത് താരീഖ് അനസ് ഇബ്നു മാലിക്കിലില്ലേ. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ പടക്കളത്തിൽ വീക്ഷണ വ്യത്യാസം വന്നോന്ന് പേടിച്ചു പോയപ്പോ റസൂലുള്ളാഹിന്റെ നഖമെടുത്ത് മുഖത്തും വായിലും അതുപോലെ പഞ്ഞി വെക്കുന്ന സ്ഥലത്ത് മുഴുവനും വെച്ചിട്ട് അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് അവിടുന്ന് വസിയ്യത്ത് ചെയ്തില്ലേ.
അൽബിദായ വന്നിഹായ 7-ാം വോള്യത്തിലില്ലേ റസൂലുള്ള വഫാത്തായതിനു ശേഷം എല്ലാ രാത്രിയിലും ഞാൻ റസൂലുള്ളാഹിനെ കാണുന്നുണ്ടെന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ രേഖപ്പെടുത്തിയില്ലേ ഞാൻ ഒരു സെക്കൻഡ് റസൂലുള്ളാഹിനെ കണ്ടില്ലെങ്കിൽ ഞാൻ മുസ്ലിം അല്ലെന്ന് അബുൽ ഹസൻ ഷാദുലി തങ്ങൾ എഴുതിയില്ലേ റസൂലുള്ളയല്ലാതെ കവാടമില്ലെന്ന് അല്ലംനു വൽ ഉലാലി നായിത്തുൽ മുസ്തഫ ബിദാഫിൽ ബലാ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാനിൽ ബറേൽവി രേഖപ്പെടുത്തിയില്ലേ അങ്ങനെ 10,000-കണക്കിന് ഇമാമിയങ്ങൾ വിജയത്തിന്റെ മുഴുവനും വഴി റസൂലുള്ളയാണെന്ന് ചിന്തിച്ച് മദീനയ്ക്ക് ഖിദ്മത്തെടുത്ത് മദീനയുടെ മണ്ണിന് മദ്ഹ് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹിന്റെ മദീനയിലെ മണ്ണെടുത്ത് കണ്ണിൽ വെച്ചിട്ട് ഇബ്രാഹിം അനാഖീദുള്ളിയ എന്ന പേരിൽ എഴുതിയ ഇബ്രാഹിം ഖലീഫ രേഖപ്പെടുത്തിയില്ലേ ഫമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി ഫമതാ അഫൂസു ബിനظرتي യാ സയ്യിദി ഫമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി എപ്പോഴാണ് റസൂലുള്ളാഹിന്റെ മദീനത്തെ മണ്ണെടുത്തൊന്ന് കണ്ണിൽ വെക്കാൻ പറ്റുക എപ്പോഴാണ് റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ പറ്റുക അല്ലാതെ എനിക്ക് വിജയമില്ലെന്ന് എഴുതിയില്ലേ യൂസുഫ് സാലിഹി എന്റെ കയ്യിലാകെയുള്ളത് റസൂലുള്ളാഹിന്റെ സീറയുടെ രചനയാണെന്ന് സുമലുൽ ഹുദയിലൂടെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇമാമുൽ മറാഖിഷി അവിടുന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ കിതാബ് മാത്രമാണ് രക്ഷയെന്ന് പഠിപ്പിച്ചില്ലേ റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതിയ കിതാബ് കൊണ്ടാണ് അള്ളാഹിന്റെ ഹബീബിന്റെ അടുക്കൽ എനിക്ക് ദറജ കിട്ടിയതെന്ന് ഗസാലി ഇമാം തങ്ങളെ കുറിച്ച് അബുൽ ഫത്ഹ് സാവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയില്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് വ്യാഖ്യാനം എഴുതിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മഹാന്മാര് എഴുതി വെച്ചില്ലേ അങ്ങനെ 10,000-കണക്കിന് ഇമാമുകളും ലോകത്തുള്ള എല്ലാവരും വിജയിക്കുന്നത് ഹബീബായ നബിയെ കൊണ്ടാണെന്ന് അവിടുന്ന് അതാ ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ അവിടുന്ന് തഫ്സീറുൽ കബീറിൽ വറഫഅനാ ലക ദിക്റക എന്നതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചില്ലേ അലം നശ്റഹിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചില്ലേ അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ വഅദ് പറയാൻ അർഹനല്ല വിഷയം പറയാൻ വിവരമില്ല പക്ഷേ റസൂലുള്ളാഹിന്റെ മദ്ഹ് അത് വിവരമില്ലാത്തവര് പറഞ്ഞാലും അതേവിടെ വെച്ച് പറഞ്ഞാലും അതിന്റെ പരിഗണനയുണ്ടെന്ന ബോധമുണ്ട് മരണം വരെ അത് പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ റസൂലുള്ളാഹിനെ പ്രണയിച്ച് ഒരുപാട് തവണ കണ്ട് അവിടുത്തെയുടെ കാലൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് അവസാനം നാളെ പരലോകത്ത് ചെല്ലുന്ന റസൂലുള്ളാഹിന്റെ കൂടെ പോകാൻ അർഹതയില്ല സ്വഹാബത്തിന്റെ കൂടെ പോകാൻ അർഹതയില്ല താബിഈങ്ങളുടെ കൂടെ പോകാൻ അർഹതയില്ല ഇമാമീങ്ങളുടെ കൂടെ പോകാൻ അർഹതയില്ല ആരുടെയും കൂടെ പോകാൻ അർഹതയില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന അലിമീകൾ അവരുടെ കൂടെ പോകാൻ അർഹതയില്ല പക്ഷേ അവരെല്ലാം പോകുന്ന വഴിയിലൊന്ന് കിടന്നാൽ റസൂലുള്ളാഹി തങ്ങൾ കാരുണ്യത്തിന്റെ നേതാവാണ് വഴിയിൽ കിടക്കുന്ന ഒരാൾക്ക് റഹ്മത്തായിട്ടല്ലാതെ നബി തട്ടുകയില്ല കാരണം വഴിയിലുള്ള കല്ല് നീക്കുന്നത് സ്വതക്കയാണെന്ന് പഠിപ്പിച്ച നബി അറുക്കുമ്പോൾ മയം കാണിക്കണമെന്ന് പഠിപ്പിച്ച നബി വഴിയിൽ കിടക്കുന്ന ഒരാളെ തട്ടുമ്പോ സ്വർഗത്തിലേക്കല്ലാതെ തട്ടൂല്ല റസൂലുള്ള തട്ടിയ കല്ല് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അതേ ദിശയിലല്ലാതെ തട്ടുകയില്ല
അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അല്ലാഹു ഒന്ന് കിടത്തിയാൽ ഹബീബ് ഒന്ന് തട്ടിത്തരുമല്ലോ മുന്നോട്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് കണ്ടാൽ അതുപോലെയല്ലേ ചെയ്യൂ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അങ്ങനെയല്ലേ ചെയ്യൂ. അങ്ങനെ താബീങ്ങളും തബഉ താബികളുമെല്ലാം ഹബീബിനെ പിൻപറ്റിയിട്ട് തട്ടി തട്ടി അവസാനം റസൂലുള്ളാഹിന്റെ മാദിഹായ ഉമറുൽ ഖാലി തങ്ങളും ഒന്ന് തട്ടിയാൽ, ഈ കാലത്ത് ജീവിക്കുന്ന ആരെങ്കിലും ഒന്ന് തട്ടിത്തന്നാൽ സ്വർഗത്തിന്റെ പരിധിയിലെത്തി കിട്ടുമല്ലോ. അതല്ലാതെ പ്രതീക്ഷയില്ല. അല്ലാഹു നമുക്ക് ഇഖ്ലാസ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് നൽകട്ടെ. ഒരുപാട് തവണ അവിടുത്തെ മദ്ഹ് പറയാൻ ജല്ല ജലാലായ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.